ജനങ്ങൾക്ക് ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാരിനും ധനമന്ത്രി ബാലഗോപാലിനും ജനങ്ങൾ സ്നേഹാദരം നൽകി. കൊട്ടാരക്കര എഴുകോണിൽ ധനമന്ത്രിക്ക് വമ്പിച്ച സ്വീകരണമാണ് നൽകിയത്. രണ്ടാം പിണറായി സർക്കാർ സംസ്ഥാനത്തെ പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ പ്രഖ്യാപിച്ച പദ്ധതികൾക്ക് വമ്പിച്ച സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ 2000 രൂപയായി വർദ്ധിപ്പിച്ചതും സ്ത്രീകൾക്ക് പ്രത്യേകം പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചതും ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ധനമന്ത്രി ബാലഗോപാലിനെ കാത്ത് നിരവധി പേരാണ് എഴുകോണിലെത്തിയത്. കർഷകരും കശുവണ്ടി തൊഴിലാളികളും മാത്രമല്ല, സർക്കാരിന്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിൽപ്പെട്ട ഉപഭോക്താക്കളും ബാലഗോപാലിനെ സ്വീകരിക്കുവാനെത്തി. എഴുകോൺ CPIM ഓഫീസിനു മുന്നിൽ നിന്ന് ജാഥയായാണ് ബാലഗോപാലിനെ എഴുകോൺ ജംഗ്ഷനിലേക്ക് സ്വീകരിച്ചത്. പ്രഖ്യാപനങ്ങൾക്ക് എങ്ങനെ പണം കണ്ടെത്തുമെന്ന ചോദ്യത്തിന് വ്യക്തമായി തന്നെ ബാലഗോപാൽ മറുപടി പറഞ്ഞു. വെറുതെ പ്രഖ്യാപനം നടത്തുകയല്ല, കഴിഞ്ഞ 2-3 മാസമായി സർക്കാർ ഇതിനായി ആലോചന നടത്തിയിരുന്നു. ഏതൊക്കെ വഴിയിൽ പണം വരുമെന്ന് സർക്കാർ ഉറപ്പാക്കിയ ശേഷമാണ് പ്രഖ്യാപനം നടത്തിയതെന്നും ധനമന്ത്രി പറഞ്ഞു. ഒക്കെ ഓരോ ചോദിക്കുന്നുണ്ട്. പെൻഷൻ്റെ അതെല്ലാം ഓഫറൊക്കെ ചെയ്ത് 10 ദിവസമായിട്ട് ചെയ്ത് ഇന്നലെയാണ് നമ്മളത് ക്യാബിനറ്റ് അംഗീകരിച്ച് പ്രഖ്യാപിച്ചത്. അതിനുശേഷം ഇന്ന് ആദ്യത്തെ പരിപാടി കൊല്ലത്ത് തൊഴിലാളികളുടെ സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള ഈ തൊഴിൽ മേഖലയിൽ സെമിനാറായിരുന്നു. അതിനുശേഷം ജില്ലാ പഞ്ചായത്തിൽ കൊല്ലം ജില്ല സമ്പൂർണ്ണ ദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുന്ന, അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുന്ന പരിപാടിയായിരുന്നു. ഈ 2 പരിപാടികൾ പങ്കെടുത്തിട്ട് ആദ്യമായിട്ട് പൊതുപരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നത് എഴുകോണാണ്. വളരെ സന്തോഷമുണ്ട്. സ്വീകരണ ചടങ്ങിന് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PA എബ്രഹാം, ഏരിയ സെക്രട്ടറി K രാമാനുജൻ, CPIM നേതാക്കളായ മനീഷ ഓമനക്കുട്ടൻ, ഗോപികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.